ഈ ഒരല്ല എന്റെ ഭാര്യ മുറ്റം തൂത്തപ്പോ നിന്റെ പറമ്പിലോട്ട് വീണനടാ നീ ഈ പുകിലുണ്ടാക്കണ ഇലയല്ല ഒരു മൊട്ടുപിന്ന് നിന്റെ വീട്ടിൽ നിന്ന് എന്റെ പറമ്പിലോട്ട് വീണാലും ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഒരു മുട്ടുപ്യം കിട്ടിയതിനെ മൂട്ടിയിട്ട് കുത്തി കൊടുക്കായിരുന്നു. എന്റെ സതീശണ്ണ ദൈവം സത്യമായിട്ട് അറിയാതെയാണ് ഇല അപ്പുറത്തോട്ട് വീണത്. അണ്ണനാ? ഏത് വകയിലാണ് ഞാൻ നിന്റെ അണ്ണനായത്? എങ്കിൽ സതീശൻ തെണ്ടി അറിയാതെയാണ് പറ്റിയത്. ഭർത്താവും ഭാര്യയും കൂടെ പോക്കൃത്തരം കാണിച്ചിട്ട് എന്നെ അപരാധിക്കണ. എന്റെ സതീശ മാമ നിങ്ങളൊന്ന് അടങ്ങ്. ഏത് വകയിലാണ് ഞാൻ നിന്റെ മാമനായത്? നീ ഒന്ന് അടങ്ങടാ സതീശ മയിൽവാഹനം. നിന്നെന്ന് ഞാൻ വെച്ച് പൊറപ്പിക്കല. അതിനു മാത്രം നമ്മൾ നിന്റെ അടുത്ത് എന്തൊരു തെറ്റാണ് ചെയ്തത്? നിന്റെ ഒരു ഇളയ മോനുണ്ടല്ലോ, ഒരു കുട്ടിക്കൊരങ്ങൻ. അവ എന്റെ റംബൂട്ടാൻ മരത്തിൽ കല്ലെറിഞ്ഞേക്കണ്. എടാ ചിത്തു, എന്തരച്ചാ നീ എന്താ അവന്റെ പറമ്പിൽ നിന്ന് റംബൂട്ടാനെ കല്ലെറിഞ്ഞ കഴിക്കാൻ? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുണ്ട് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന്. ഇന്നലെ രാത്രി അച്ഛൻ കഴിച്ചത് ആ റംബൂട്ടാനാണ്. എല്ലാം കഴിഞ്ഞപ്പോ നിന്റെ മൂത്ത മോനെ മാവില് കല്ലെറിയാൻ വന്നേക്കണ്. മാങ്ങയുള്ള മാവിലല്ലേ അച്ഛാ കല്ലെറിയാൻ പറ്റൂ? അല്ലേടാ സതീശാങ്കിൾ, സോറി സതീശ മയിൽവാഹനം. ഇതെല്ലാം പോട്ടെന്ന് വെക്കാം. എന്റെ വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുള്ള കാര്യം ഇവന്മാർക്ക് ബോധമില്ലേ? രാവിലെ നോക്കുമ്പോ ഇവന്മാരെ ബോഡി ഷോ. മകളായിരിക്കും സതീശ? അല്ല, 90 വയസ്സായ എന്റെ സാവിത്രി അമ്മൂമ്മ. ഇന്നലെ രാത്രി ഞാൻ നോക്കിയപ്പോഴേ ഈ മൂത്ത നാറി എന്റെ മതിലിൽ റാ ഷേപ്പിൽ മൂത്രം ഒഴിച്ചു വെച്ചേക്കണ്. അച്ഛാ, ഞാൻ ഞായാണ് ഉദ്ദേശിച്ചത്. റാവരെ എത്തിയപ്പോഴേക്കും എന്റെ മൂത്രം തീർന്നു പോയി. അത് ഞാൻ എന്തിരിയാനാണ്? അതൊക്കെ ഒരു പ്രശ്നമാണോ? ഞാൻ വേണമെങ്കിൽ രാത്രി ഒന്ന് ബാക്കി പൂരിപ്പിച്ചു തരാം. ഞാനിവിടെ അവന്റെ കൂടെ കൂടാ.